ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇവിടെ നടക്കുന്ന തോന്നിവാസം പക്കയായിട്ട് പറയുകയാണെങ്കിൽ അത് തോന്നിവാസമാണ്. ഇതെന്താ വെള്ളരിക്കാപ്പട്ടണമാണോ? CPM-ന്റെ CPI-യുടെയൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇവിടുത്തെ ഓയിൽ പാമിലെ ചില ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, നാണമില്ല. ഇതിലൊക്കെ പോയി തൂങ്ങിച്ചത്തൂടെ. നിങ്ങളുടെ സർക്കാരിൻ്റെ പൈസയാ ഞങ്ങൾ ഉൾപ്പെടുന്ന ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾ കൊടുക്കുന്ന നികുതിപ്പണം കൊണ്ട് ജോലി ചെയ്യുന്ന ഈ ഓയിൽ പാമിലെ ഉദ്യോഗസ്ഥന്മാർ അവരെ തടഞ്ഞു വെച്ചേക്കുന്നത്. എന്താ ഈ കാക്കിയിട്ട നിയമപാലകർ എന്തിനാണ് ഇരിക്കുന്നത്? അവരിതിനകത്ത് ഇടപെടണ്ടേ? അവർക്ക് കേസ് കൊടുത്തില്ല പോലും. കേസ് എന്തിനാ സാറേ നിങ്ങൾക്ക് കേസ് എന്തിനാ തരുന്നേ? ഇത്തരത്തിലുള്ള ഒരു ഓയിൽ പാമ്പ് പോലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള താന്തോന്നിത്ത കാണിക്കുമ്പോൾ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കണം. കാരണം ഇന്ന് സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ ഇപ്പോൾ CPM-നും അതോടൊപ്പം തന്നെ CPI-ക്കും, അതായത് AITUC-ക്കും CITU-നും ഭയങ്കര പേടിയാ. കാരണം എന്താ? BMS-ന്റെ വളർച്ച, ഇവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഭാരതീയ മസ്തു സംഘത്തിൻ്റെ തൊഴിലാളി എവിടെ? തേനെന്തിയെ, ഈച്ച എന്തിയെ? ഇവിടെ ഏതെങ്കിലും തൊഴിലാളി, ഏതെങ്കിലും CITU നേതാവിൻ്റെ പോത്ത് വളർത്തുന്ന കേന്ദ്രമായിട്ട് മാറിയേക്കുവാ. ഇപ്പോൾ ഇവിടെ പോത്ത് വളർത്തുന്ന കേന്ദ്രമായിട്ട് മാറിയേക്കുവാ ഇപ്പം. ഇതൊക്കെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങൾ ഇത്തരത്തിലുള്ള സമരങ്ങളുമായിട്ട് ഇന്ന് ഈ റോഡ് ഉപരോധിക്കുമ്പോൾ ഇവിടുത്തെ നിയമപാലകർ കാണിക്കുന്ന ഈ ശുഷ്കാന്തി ഉണ്ടല്ലോ, ഞങ്ങളെ തടയാൻ കാണിക്കുന്ന ഈ ശുഷ്കാന്തി ഉണ്ടല്ലോ, ഈ ശുഷ്കാന്തി അവിടെ കാണിക്കണം. എവിടാ? ഈ പറയുന്ന ഓയിൽ പാമിലെ ഇവിടുത്തെ CITU-ന്റെ AITUC കാണിക്കുന്ന സാറേ, അതൊന്ന് പോയി കാണും സാറേ. എന്നാ തോന്നിവാസോ സാറേ? ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട സാറേ. ഞങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിക്കോ, ഞങ്ങളെ തുറങ്കിലടച്ചോ, ഞങ്ങൾക്ക് ഇതൊരു വിഷയമല്ല. കാരണം ഇതുപോലുള്ള തോന്നിവാസങ്ങൾ ഭാരതീയ മസ്തു സംഘം വെച്ചു പുലർത്തത്തില്ല, അത് അനുവദിക്കത്തില്ല. ഇവിടുത്തെ CITU ആയാലും AITUC ആയാലും ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പിന്തുണയോട് കാണിക്കുന്ന ഈ തിട്ടൂരുണ്ടല്ലോ, അതൊന്നും ഇവിടെ നടപ്പാൻ പോകുന്നില്ല. ഞങ്ങൾ ഇവിടുത്തെ ഒരു തൊഴിലാളി, പാവപ്പെട്ട ഒരു തൊഴിലാളി അവിടെ പഴുത്ത് നിൽക്കുക, അതൊന്ന് ഒരു 4 എണ്ണം ഒന്ന് പറിച്ചു മാറ്റി. അത് നമ്മളവിടെ A ഡിവിഷനിലൊരു തൊഴിലാളി അവിടുത്തെ എണ്ണപ്പനയിലെ കൊലകൾ നശിച്ചു പോകുന്നത് കണ്ടുകൊണ്ട് അദ്ദേഹം ഈ മാനേജ്മെന്റിനോട് ഓയിൽ ഫാമിലുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹം ഒരു 4 കൊല, ഒരു 3 പനയിൽ നിന്ന് 4 കൊല വെട്ടിയനാണ് ഇവിടുത്തെ CITU-ന്റെയും AITUC-ന്റെയും ഇവിടുത്തെ CPM-ന്റെ ഗുണ്ടകൾ. അവരെ ഇവിടുത്തെ ഓയിൽ ഫാമിലെ ജീവനക്കാരെ ഇന്ന് ഇന്ത്യയിൽ നമ്മൾ ചിന്തിക്കണം. അവിടുത്തെ ഓയിൽ ഫാമിലെ ജീവനക്കാരെ ഇന്നലെ 8:30 മുതൽ ഈ സമയം വരെയും അവിടുത്തെ ജീവനക്കാരെ പുറത്താക്കിക്കൊണ്ട് എനിക്ക് സമരം ചെയ്യുകയാണ് ഇവിടുത്തെ CITU. 100 കണക്കിന് വിഷയങ്ങളില്ലേ തൊഴിലാളികളെ ബാധിക്കുന്ന വിഷയങ്ങൾ? അവർക്ക് യഥാസമയം ഇവിടുത്തെ ശമ്പളം കൊടുക്കുന്നുണ്ടോ? ഇവിടുത്തെ ഓയിൽ ഫാം മാനേജ്മെന്റ് ശമ്പളം കൊടുക്കുന്നുണ്ടോ? ഇപ്പോൾ പുതിയതായി കയറിയ തൊഴിലാളികൾ 144 അറ്റൻഡൻസ് തികഞ്ഞ തൊഴിലാളികളെ അവിടെ സമയം ക്രമീകരണം നടത്തിയിട്ടുണ്ടോ? അവർക്ക് യഥാർത്ഥ ശമ്പളം നൽകുന്നുണ്ടോ? ഇങ്ങനെ 100 കണക്കിന് വിഷയങ്ങൾ തൊഴിലാളികളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉണ്ടായിട്ട് ആ വിഷയങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാതെ ഇവിടുത്തെ ഓയിൽ ഫാമിലെ ജീവനക്കാരെ ഒന്നടങ്കം എല്ലാവരെയും പുറത്താക്കിക്കൊണ്ട് ഈ സമയം വരെയും സമരം ചെയ്യുകയാണ്. അതിനെ പ്രതിരോധിക്കാൻ ഈ മാനേജ്മെന്റ് ഒരു പരാതി പോലീസ് അധികാരികൾക്ക് നൽകുന്നുണ്ടോ? ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നിങ്ങൾ പറയുന്ന നിയമം ഞങ്ങൾ സംഘപ്രസ്ഥാനങ്ങൾ പരിപൂർണമായി അനുസരിക്കുകയും അച്ചടക്കത്തോടെ കേൾക്കുന്ന ഇന്ത്യയിലെ ഏക പ്രസ്ഥാനമാണ് സംഘപ്രസ്ഥാനങ്ങൾ. നിങ്ങൾ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇടതുപക്ഷം, നിങ്ങളുടെ പരിമിതി ഞങ്ങൾക്കറിയാം. ഭരണകക്ഷത്തെ നിങ്ങൾ അനുസരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. എന്നാൽ പരിപൂർണമായി നിങ്ങൾ അവരെ സഹായിക്കുന്ന നിലപാടുകളുമായി നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിയണം. പോലീസ് ഓഫീസേഴ്സ് അതിൽ നിന്ന് പിന്തിരിയണം. ഈ സ്ഥാപനത്തെ സംരക്ഷിക്കാൻ ഇവിടുത്തെ ആൾക്കാർ, ഈ മാനേജ്മെന്റ് തയ്യാറാകണം. പോലീസ് അധികാരികൾ, ഇന്നലെ നമുക്കറിയാം ഇവിടുത്തെ 900-ഓളം വരുന്ന തൊഴിലാളികൾ 4-ാം തീയതി 5-ാം തീയതി ശമ്പളം കിട്ടുന്നതാണ്. 900-ഓളം വരുന്ന തൊഴിലാളികൾ ഇതുവരെ സാലറി കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് സാലറി കിട്ടാത്തത്? അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, നമുക്ക് സാലറി 4-ാം തീയതി ദിവസം നോക്കിയിരിക്കുകയാണ്. 100 കണക്കിന് ആവശ്യങ്ങളാണ് ഒരു ഭവനത്തിലുള്ളത്. അങ്ങനെ ഈ സാലറി കിട്ടാത്തത് മൂലം ഇവിടുത്തെ സാധാരണപ്പെട്ട തൊഴിലാളികൾ ബുദ്ധിമുട്ടുകയാണ്. അതിന് സാഹചര്യം ഉണ്ടാക്കിയത് ഇവിടുത്തെ CITU-ന്റെ AITUC-ന്റെ ആൾക്കാരല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള സമരങ്ങൾ, ഈ സ്ഥാപനത്തെ നശിപ്പിക്കുന്ന സമരങ്ങൾ ഇടതുപക്ഷം അതിന് പിന്തിരിയാൻ തയ്യാറാകണം. ഇവിടുത്തെ ഈ സ്ഥാപനത്തെ സംരക്ഷിക്കുവാൻ BMS ജീവൻ കൊടുത്ത സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ജീവൻ നൽകി ഈ പ്രസ്ഥാനത്തെ, ഈ മഹത്തരമായ ഈ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തെ ഞങ്ങൾ സംരക്ഷിക്കും. ഇതിന്റെ മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് BJP-യുടെ ഈസ്റ്റ് ജില്ല അറിയാം. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു യൂണിയൻ
സമരം ചെയ്യണമെങ്കിൽ നിയമപ്രകാരം 7 ദിവസത്തിനു മുമ്പ് ആ പൊതുമേഖലാ സ്ഥാപനത്തിലെ മാനേജ്മെന്റിന് കത്ത് കൊടുക്കണം. കത്ത് കൊടുത്തതിന് ശേഷം ചർച്ചകൾ നടത്തി അത് പരിഹാരം കണ്ടില്ലെങ്കിൽ അവസാന ഘട്ടമാണ് സമര പരിപാടി. കേരളത്തിലെ ഒട്ടുമിക്ക പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇന്ന് നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 2 ദിവസം ഒരു നോട്ടീസും കൊടുക്കാതെ ഒരു കാരണവുമില്ലാതെ AITUCയും CITUവിന്റെ നേതൃത്വത്തിൽ ഇലക്ഷൻ മാത്രം വരുന്ന സമയങ്ങളിൽ ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ സമരം നടത്തുന്നതിന്റെ പുറകിലെ ചേതോവികാരം എന്താണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഈ AITUCയുടെയും CITUവിന്റെയും പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് യൂണിയൻ പ്രവർത്തനം അറിഞ്ഞുകൂടാതല്ല. അങ്ങനെ 7 ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്ത് ഒരു സമരം ചെയ്യേണ്ട രീതി അവർക്ക് കൃത്യമായിട്ട് അറിയാം. അത് നിയമപ്രകാരം അതുപോലും പാലിക്കുന്നു. നമ്മുടെ ഈ ഓയിൽ പാമിലെ ഏരൂർ എസ്റ്റേറ്റിലെ ഈ ഭാരതീപുരത്ത് മറോഞ്ചറ ഡിവിഷനിൽ വെച്ച് വെട്ടേൽക്കുന്നു. വെട്ടുന്നത് ആരാണ്? ഒരു മാലിന്യ പ്ലാന്റിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മുഴുവൻ മാധ്യമങ്ങൾക്കടക്കം അറിയാം, ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും CPM-ഉം CPI-യും കോൺഗ്രസും BJP അടക്കമുള്ള ഇവിടുത്തെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സമരം നയിച്ചു. ആ സമരം നയിച്ച് ആ മാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഓയിൽ പാമിലൂടെ കടന്നു പോകുന്ന മാലിന്യ പ്ലാന്റിലുള്ള മാലിന്യം അടിച്ചുകൊണ്ടുള്ള വണ്ടി അവിടെ തടഞ്ഞ് ഗേറ്റ് സ്ഥാപിച്ച് സെക്യൂരിറ്റിയെ സ്ഥാപിച്ചു. ആദ്യമേ നിയോഗിക്കപ്പെട്ടത് അവിടുത്തെ തൊഴിലാളികളെയാണ്. അതിൽ പ്രതീക്ഷ അടക്കമുള്ള അവിടുത്തെ തൊഴിലാളികൾ